എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 19, 20 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവാനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് കോട്ടവാതിൽക്കൽ എന്നറിഞ്ഞപ്പോൾ ബ്രാഹ്മണരെ പ്രത്യേകിച്ച് ചോദ്യം ഉത്തരമൊന്നും ഇല്ലാതെ തന്നെ അകത്തേക്ക് കടത്തി വിടണമെന്ന് ഭഗവാൻ ആ വേത്രിയോട് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് ആ ബ്രാഹ്മണൻ അകത്തേക്ക് വന്നു. ബ്രാഹ്മണന് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. ആരെയാണോ കാണണമെന്ന് വിചാരിച്ചത് ആ ആളെ തന്നെ കണ്ടു. ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളൊരു മോഹം എന്തായിരുന്നു അത് സാധിച്ചു എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ട് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും തർപ്പണം കിട്ടിയവനായിട്ടുള്ള ആ ബ്രാഹ്മണൻ ഭഗവാനുമായിട്ടുള്ള സംഭാഷണത്തിൽ മുഴുകാൻ പോവുകയാണ്. അതിനു മുമ്പ് എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തത് എന്നുള്ളതൊക്കെയാണ്, ഭഗവാൻ എന്താ ബ്രാഹ്മണന് ചെയ്തു കൊടുത്തത് എന്നതൊക്കെയാണ് ഇനി വർണ്ണിക്കുന്നത്. 19ാമത്തെ ശ്ലോകം നോക്കാം. മുക്താസനോ ദർശിത വിഭ്രമസ്തന്നത്വാ കൃതാശീർമുദിതേന തേന സതം സമാരോപ്യ ഹിരണ്യപീഠം ആസിഷ്ടഭൂമൗ വിനയേന ശൗരി. ആദ്യം പതിച്ചത് നോക്കാം, വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും മുക്താസന ദർശിത വിഭ്രമ തം നത്വാ കൃതാശീഹി മുദിതേന തേന സ തം സമാരോപ്യ ഹിരണ്യപീഠം ആസിഷ്ട ഭൂമൗ വിനയേന ശൗരി. ഭഗവാൻ ആ ബ്രാഹ്മണനെ കണ്ടപ്പോഴേക്കും തന്നെ ബഹുമാനം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തതെന്നാണ് പറയണത്. ദർശിത വിഭ്രമ മുക്താസന തം നത്വാ. ദർശിത വിഭ്രമ, പരിചയമില്ലാത്ത ഒരാളാണ്, പക്ഷെ എന്തോ അത്യാവശ്യത്തിനായിട്ടാണ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ മനസ്സിൽ ശരിക്കും വിഭ്രമമൊന്നുമില്ല. നമ്മൾ മലയാളത്തിൽ പറയണ പരിഭ്രമമൊന്നുമില്ല, എന്നാലും അത് കാണിക്കണമല്ലോ. അങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇല്ല, എന്താണാവോ പറയാൻ വരണത് തുടങ്ങിയിട്ടുള്ളതായ ഭാവഹാവങ്ങൾ മുഖത്ത് വരുത്തിക്കൊണ്ട് ഒരു പരിഭ്രമമൊക്കെ അങ്ങോട്ട് അഭിനയിച്ചു. അതാണ് ദർശിത വിഭ്രമം. വിഭ്രമം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണ്ടേന്നൊരു നിശ്ചല്യായ, വരണ ആളെ എങ്ങനെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടത് എന്നറിയായ, അതൊക്കെയാണ് ആ വിഭ്രമം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിങ്ങനെ പ്രകടമാക്കിക്കൊണ്ട് മുഖത്തും അതുപോലെ തന്നെ തൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരു വിഭ്രമം കാണാനുണ്ട്. അതുപോലെ തന്നെ മുക്താസന, ഇരുന്നിടത്തുനിന്ന് അങ്ങോട്ട് എണീറ്റു. ബ്രാഹ്മണരൊക്കെ വരുമ്പോൾ, വിജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ എഴുന്നേറ്റ് അവരെ ആദരിക്കണം. അതിൽ യാതൊരു സംശയവും ഭഗവാൻ ഉണ്ടായില്ല. ബ്രാഹ്മണൻ കടന്നു വന്നപ്പോൾ തന്നെ ആ പരിഭ്രമത്തോട് കൂടിയിട്ട്, എന്നാൽ സന്തോഷത്തോട് കൂടിയിട്ട് ഇരുന്ന സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിനെ ആദരിച്ചു, സ്വാഗതം ചെയ്തു. എന്നിട്ട് തം നത്വാ മുദിതേന തേന കൃതാശീഹി. തം നത്വാ, ആ വന്ന ആളെ നീണ്ടു നിവർന്ന് ദണ്ഡ നമസ്കാരം ചെയ്ത് പ്രണമിച്ചു. അതാണ് തം നത്വാ മുദിതേന തേന. ഇതൊക്കെ കൂടി കിട്ടിയപ്പോഴേക്കും ബ്രാഹ്മണന് വല്ലാത്ത സന്തോഷമായി. അത്രയധികം സന്തോഷം വന്ന ബ്രാഹ്മണനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട്, അതാണ് മുദിതേന തേന, സന്തുഷ്ടനായ ആ ബ്രാഹ്മണനാൽ കൃതാശീഹി, എല്ലാ ആശീർവാദങ്ങളും നൽകപ്പെട്ടവനായിട്ടുള്ള സശൗരി, ആ ശൗരി ഉണ്ടല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ. തം ഹിരണ്യപീഠം സമാരോപ്യ. ഹിരണ്യപീഠം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സിംഹാസനമാവാം, അല്ലെങ്കിൽ അതിഥികളായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള അതിഥികൾ വരുമ്പോൾ ഇരിക്കാനുള്ളതായിട്ടുള്ള പീഠമോ മറ്റോ ആവാം. അവരവരിരുന്ന സ്ഥലത്താണ് കയറ്റിയിരുത്തി ആദരിച്ചതെന്ന് പറയണില്ല, ഹിരണ്യപീഠത്തിൽ ഇരുത്തി എന്നേ പറയുന്നുള്ളൂ. അതുതന്നെയാണോ ഭഗവാൻ ഇരുന്നിരുന്നത് എന്നുള്ളതും വ്യക്തമല്ല. എന്തായാലും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പീഠമാണ്, സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഹിരണ്യപീഠം. അവിടെ ഇരുത്തിയിട്ട് ഹിരണ്യപീഠം സമാരോപ്യ വിനയേന, ആ വിനയം ഉള്ളത് കൊണ്ട് തന്നെ, കാണിക്കാൻ വേണ്ടിയിട്ടെന്നല്ല, വിനയം കൊണ്ട് വിനയേന ഭൂമൗ ആസിഷ്ട, നിലത്തിരുന്നു. അതായത് വളരെ പ്രായം ചെന്നിട്ടുള്ള ആളാണ്, ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിനെ ഈ സ്വർണ്ണ സിംഹാസനമോ അല്ലെങ്കിൽ സുവർണ പീഠമോ അവിടെയൊക്കെ കയറ്റിയിരുത്തിയിട്ട് തൊട്ടടുത്തായിട്ട് നിലത്ത് ചമ്രം പിടിഞ്ഞങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് വേണമല്ലോ എന്തൊക്കെയാണ്, എന്താ വന്നത്, എന്താ ആവശ്യം എന്നുള്ളതൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് 2 വലിയ പ്രതിനിധികൾ, രാജാക്കന്മാരെ പോലെ അപ്പുറം അപ്പുറം ഒന്ന് ഇരുന്ന് 2 കസേരയിൽ ഇരുന്നിട്ട് വർത്തമാനം പറയുമൊന്നും അല്ലാണ്ടായത്. വിനയം ഉള്ളത് കൊണ്ട് തന്നെ, വിനയം കാണിക്കാൻ വേണ്ടി എന്നൊരിക്കലും പറയരുത്, കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായ വിനയം കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല. വിനയമൊക്കെ ഉണ്ടാവേണ്ടതാണ്, തന്നെത്താൻ വളർന്നു വരേണ്ടതായിട്ടുള്ളൊരു ഭാവമാണ്.
പ്രത്യേകിച്ച് മുതിർന്നവർ, വിജ്ഞന്മാർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു നമ്രത, ഒരു എല്ലാവരോടും ഉള്ളതായ ഒരു വിനയം അതെപ്പോഴും ആവശ്യമുള്ളതാണ്. ജീവിതത്തിൽ ആ വിനയം കൊണ്ട് നന്മയെ വരൂ. അതുതന്നെയാണ് ഭഗവാനും കാണിച്ചത്, അല്ലെങ്കിൽ ഭഗവാനും പ്രവർത്തിച്ചത്. ആ ബ്രാഹ്മണൻ്റെ തൊട്ടടുത്ത് പോയി നിലത്തിരുന്നു. മുമ്പേയും നമ്മൾ കണ്ടതാണ്, എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഓടി അങ്ങോട്ട് വന്ന് നിലത്തിരുന്നു എന്ന്. സാന്ദീപനിയുടെ അടുത്ത് പോയിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു. അവിടെ കസാലയമ്മയൊന്നും ഇരിക്കാൻ പോയില്ല. ശ്രീകൃഷ്ണൻ നേരെ നിലത്ത് എല്ലാവരുടെയും കൂട്ടത്തിൽ പോയി ചമ്രം അടിഞ്ഞിരുന്നു എന്ന്. അതുപോലെ തന്നെ ആയിരിക്കണം ഈ ബ്രാഹ്മണൻ്റെ അടുത്തും തൊട്ടടുത്ത് പോയിരുന്നിട്ട് കുശലാന്വേഷണമൊക്കെ നടത്തി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 20ാമത്തെ ശ്ലോകം നോക്കാം. വാഗ്ഭിസ്സുധാശീകരവർഷിണീഭി പൃഷ്ട്വാ സുഖാദീനി സരോരുഹാക്ഷ പ്രീതിപ്രകർഷസ്ഫുടരോമഹർഷ കൃതാർഹണം ബ്രാഹ്മണമാബഭാഷേ. നമുക്ക് പദച്ഛേദം പറയാം. വാഗ്ഭി സുധാശീകരവർഷിണീഭി പൃഷ്ട്വാ സുഖാദീനി സരോരുഹാക്ഷ പ്രീതിപ്രകർഷസ്ഫുടരോമഹർഷ കൃതാർഹണം ബ്രാഹ്മണം ആബഭാഷേ. ഭഗവാനെ ഇവിടെ വർണ്ണിക്കുകയാണ്, അല്ലെങ്കിൽ വിശേഷണം കൊടുത്തേക്കാണ് 1-2 വാക്കുകൾ. സരോരുഹാക്ഷൻ, അതുപോലെ തന്നെ സുധാശീകര വർഷികളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് കുശലാന്വേഷണം നടത്തുന്നവൻ, അതൊക്കെയാണ് ഭഗവാന്റെ വിശേഷണങ്ങൾ. സരോരുഹാക്ഷ, സരോരുഹാക്ഷൻ എന്ന് പറഞ്ഞാൽ സരോരുഹം, സരസിൽ പൊട്ടിമുളയ്ക്കുന്നത് താമര. ആ താമര പോലെ കണ്ണുകളോട് കൂടിയവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. സരോരുഹാക്ഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ സുധാശീകരവർഷിണീഭി വാഗ്ഭി. സുധാശീകരം, സുധ എന്ന് പറഞ്ഞാൽ അമൃതാണ്. അമൃത് പൊതുവെ തണുപ്പുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ സുധ പോലെ ശീകരമായിട്ടുള്ള നല്ല തണുപ്പുള്ളതായ വാക്കുകൾ, അത് വർഷിക്കുന്നതായ, തണുപ്പ് വർഷിക്കുന്നതായ അമൃതം. അമൃതം സുഖവും സൗഖ്യവും മോക്ഷവും ഒക്കെ നൽകുന്നതാണല്ലോ. പൊതുവെ അങ്ങനെയുള്ളതിനൊക്കെ ഒരു തണുപ്പും ദുഃഖവും ക്രോധവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് ചൂടും അങ്ങനെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിലും ഹോട്ട് എന്ന് തന്നെയാണ് പറയുക. ഈ ചൂടാവുന്നതിനും അതുപോലെ ശരീരം തപിപ്പിക്കുന്നതിനൊക്കെ ഹോട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റുള്ളതൊക്കെ തണുപ്പ് ആയിട്ടുള്ളതാണ്. അതായത് മനസ്സിനെ തണുപ്പിക്കുന്നത് എന്തും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ഗുണവും തണുപ്പായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് സുധയ്ക്ക് നല്ല തണുപ്പുണ്ട്. ആ തണുത്ത തുള്ളികൾ എന്നതുപോലെ അമൃതിൻ്റെ തണുത്ത ശീകരമായിട്ടുള്ള തുള്ളികൾ എന്ന പോലെ ഉള്ള വാഗ്ഭി വാക്കുകളാൽ സുഖാദീനി പൃഷ്ട്വ, സുഖം മുതലായവ. സുഖം മുതലായവ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങക്ക് സുഖമല്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലേ, ക്ഷീണമുണ്ടോ, വെള്ളം കുടിക്കണോ തുടങ്ങിയിട്ടുള്ളതായ കുശല പ്രശ്നങ്ങൾ, അതിനെയാണ് സുഖാദീനി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. സുഖാദീനി പൃഷ്ട്വ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് പ്രീതി പ്രഹർഷ സ്ഫുട രോമഹർഷ, അത് കൃഷ്ണൻ്റെ വിശേഷണമാണ് കേട്ടോ. പ്രീതി എന്ന് പറഞ്ഞാൽ സന്തോഷം, ആമോദം. അതിൻ്റെ പ്രകർഷണം കൊണ്ട്, അതിൻ്റെ ആധിക്യം കൊണ്ട് സ്ഫുട വ്യക്തമായി കാണാവുന്നതായ രോമാഞ്ചത്തോടു കൂടിയവൻ. ആനന്ദം വന്നു ഭവിക്കുമ്പോൾ ശരീരത്തിൽ ആകമാനം കുളിരു പൊന്തും, രോമാഞ്ചം ഉണ്ടാവും. അങ്ങനെ വ്യക്തമായിട്ട് കാണാവുന്നതായ രോമാഞ്ചത്തോടു കൂടിയ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതാണ് പ്രീതി പ്രകർഷ സ്ഫുട രോമഹർഷ. അങ്ങനെയുള്ള ആ കൃഷ്ണൻ കൃതാർഹണം ബ്രാഹ്മണം ആബഭാഷേ. കൃതാർഹണം എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ പൂജകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ലഭിച്ചവനായ, വേണ്ട അർഹിക്കുന്നതായിട്ടുള്ള പൂജ ബഹുമാനം ഒക്കെ വേണ്ടതുപോലെ വേണ്ടതിലധികം ലഭിച്ചിട്ടുള്ളവനായ ബ്രാഹ്മണം, ആ ബ്രാഹ്മണനോട് ആബഭാഷേ ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ എല്ലാ അതിഥി സത്കാരങ്ങളും നൽകിയിട്ട് ബ്രാഹ്മണനെ വേണ്ടുവോളം സൽക്കരിച്ചിട്ട് സന്തോഷിപ്പിച്ചിട്ട് ഭഗവാൻ ബ്രാഹ്മണനോട് ഇപ്രകാരം പറയാൻ ആരംഭിച്ചു എന്നാണ് പറയണത്. അപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ, ഈ എന്തിനാ വന്നതെന്നുള്ളതിലേക്കൊന്നും കടന്നിട്ടില്ല, മര്യാദകൾ തീർന്നിട്ടില്ല, അതിഥി മര്യാദകൾ ഇനിയും ചെയ്യാനുണ്ട്. അത് അടുത്ത ശ്ലോകത്തിലാണ് പറയാൻ പോണത്. നമുക്ക് ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. മുക്താസനോ ദർശിത വിഭ്രമസ്തം നത്വാ കൃതാശീർമുദിതേന തേന സതം സമാരോപ്യ ഹിരണ്യപീഠം ആസിഷ്ടഭൂമൗ വിനയേന ശൗരി
വാഗ്ഭിസ്സുധാശീകരവർഷിണീഭിः പൃഷ്ട്വാ സുഖാദീനി സരോരുഹാക്ഷ പ്രീതിപ്രകർഷസ്ഫുടരോമഹർഷ കൃതാർഹണം ബ്രാഹ്മണമാബഭാഷേ. ഇനി ഭഗവാൻ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.